ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് എല്ലാവർക്കും ആദരവോടുകൂടി സ്നേഹവന്ദനം. ഇന്ന് ഡിസംബർ മാസം 17-ാം തീയതി 352-ാമത്തെ ദിവസത്തിലെത്തി. 15 ദിനങ്ങളാണ് ഇനി ആണ്ട് തീരാനായിട്ട് അവശേഷിച്ചിട്ടുള്ളത്. യൗസേപ്പ് പിതാവിനെ ഓർക്കാതെയും ആദരിക്കാതെയും എങ്ങനെയാണ് ഒരാൾക്ക് ഒരു ക്രിസ്മസിൻ്റെ പുത്തൻ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കുക? പുതിയ നിയമത്തിലെ ആദ്യ സുവിശേഷത്തിൻ്റെ ആദ്യ അധ്യായത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ സജീവ കഥാപാത്രമല്ലേ ജോസഫ്? എന്തൊരു ഭംഗിയുള്ള ശ്രേഷ്ഠമായ ഒരു മനുഷ്യ ജീവിതമാണ്. വേദപുസ്തകം, വിശേഷിച്ച് പുതിയ നിയമം, സുവിശേഷം ഈ യൗസേപ്പ് എന്ന് പറയുന്ന പിതാവിനെ വിശേഷിപ്പിക്കുന്നത് നീതിമാൻ എന്ന വാക്കുകൊണ്ടാണ്. നീതിബോധമുള്ള മനുഷ്യൻ. പഴയ നിയമത്തിൻ്റെ ഏത് താളും ഒന്ന് പരിശോധിച്ചാൽ ദൈവത്തിൻ്റെ ക്വാളിറ്റി ആയിട്ട്, ദൈവത്തിൻ്റെ ഗുണമേന്മയായിട്ട് എപ്പോഴും പറഞ്ഞു വെക്കുന്നതാണ് നീതിബോധം, നീതി എന്ന് പറയുന്ന ആ ഒരു കാര്യം. പുതിയ നിയമം ആരംഭിക്കുമ്പോൾ പറയുകയാണ് നീതിബോധമുള്ള ഒരു മനുഷ്യൻ ജോസഫ്. ഏതാണ്ട് ദൈവത്തിൻ്റെ ക്വാളിറ്റിയുള്ള ഒരു മനുഷ്യനെ പരിചയപ്പെടുത്തി തരികയാണ്. ഇന്ന് ആർക്ക് എവിടെ നീതിബോധം കണ്ടെത്താനായിട്ട് പറ്റും? നിയമം നിഷേധിക്കുന്ന ഒരു നീതിമാൻ കൂടിയാണ് ജോസഫ്. ചരിത്രം യൗസേപ്പ് എന്ന് പറയുന്ന മഹാവിശുദ്ധനോട് അനീതി കാട്ടി എന്ന് കരുതേണ്ടി വരും. കാരണം യേശുവിൻ്റെ ഭൗമിക പിതാവിന് അർഹമായ സ്ഥാനം യൗസേപ്പിന് ലഭിച്ചിട്ടുണ്ടോ? കലാകാരന്മാർ മുഴുവൻ യൗസേപ്പിനെ ഒരു പടുവൃദ്ധനായി ചിത്രീകരിക്കാൻ വ്യഗ്രപ്പെടുകയും ചെയ്യുന്നു. ദേവാലയത്തിൽ വളർന്ന കന്യകയായ മറിയാമിന് വരനായി നിശ്ചയിക്കപ്പെട്ടവനാകിയാൽ യൗസേപ്പ് വൃദ്ധനായ മനുഷ്യനൊന്നും അല്ല കേട്ടോ. അത് മറിയത്തിൻ്റെ നിത്യ കന്യകാത്വത്തിന് ഭംഗമേക്കാതിരിപ്പാനായി ആരൊക്കെയോ യൗസേപ്പിനെ പടുവൃദ്ധനായി ചിത്രീകരിച്ചതാണ്. അങ്ങനെ ചിത്രീകരിക്കുമ്പോൾ യൗസേപ്പിൻ്റെ യഥാർത്ഥ മഹത്വമാണ് മനസ്സിലാക്കപ്പെടാതെ വിസ്മൃതിയിലേക്ക് പോകുന്നത്. യൗസേപ്പിനെ അവതരിപ്പിക്കാനായിട്ട് വിശുദ്ധനായ മത്തായി സുവിശേഷകൻ 2 വിശേഷണങ്ങൾ നൽകുന്നുണ്ട്. ഒന്ന്, യൗസേപ്പ് നീതിമാനായിരുന്നു. 2, യൗസേപ്പ് തൻ്റെ ഭാര്യയെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാത്തവനായിരുന്നു. യഹൂദരുടെ വിവാഹത്തിന് പൊതുവെ 2 ഘട്ടങ്ങളാണുള്ളത്. നിയമപരമായ ദമ്പതികളെ തമ്മിൽ ചേർക്കുന്ന, എന്നാൽ ഒന്നിച്ച് താമസിക്കാൻ തുടങ്ങുന്നതിന് മുമ്പുള്ള വിവാഹ വാഗ്ദാനമാണ് 1-ാം ഘട്ടം. വരൻ വധുവിനെ തൻ്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങുന്നതാണ് വിവാഹത്തിൻ്റെ തുടർന്നു വരുന്ന 2-ാം ഘട്ടം. വിവാഹ വാഗ്ദാനത്തിൻ്റെ കാലയളവ് 1 വർഷത്തോളമാണ്. ഇത് ഇരുവർക്കും ഒരുങ്ങാനുള്ള സമയമാണ്. ഈ നാളുകളിൽ വധുവും വരനും ഭാര്യയും ഭർത്താവും എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. ഈ കാത്തിരിപ്പിൻ്റെ കാലയളവിനുള്ളിൽ വരൻ മരിച്ചു പോയാൽ വധുവിനെ വിധവയായി കണക്കാക്കിയിരുന്നു. എന്നാൽ മറിയത്തിൻ്റെ ജീവിതത്തിൽ ഇരുവരും ഒന്നിച്ച് ജീവിക്കുന്നതിന് മുമ്പ്, അതായത് ജോസഫ് പിതാവ് മറിയത്തെ കൂട്ടിക്കൊണ്ടുപോകുന്നതിന് മുമ്പ്, മറിയം ഒരു കുഞ്ഞിൻ്റെ അമ്മയായി. യഹൂദ പാരമ്പര്യത്തിൽ വിവാഹ വാഗ്ദാന ശേഷമുള്ള കാലയളവിൽ ഭാവി ഭർത്താവിനോടുള്ള സ്ത്രീയുടെ അവിശ്വസ്തത വിവാഹ ഉടമ്പടിയുടെ തന്നെ ലംഘനമായി കണക്കാക്കി തീവ്രമായ ശിക്ഷണ നടപടികളിൽ ഒന്നായ കല്ലെറിഞ്ഞ് കൊല്ലുകയാണ് പതിവ്. അപ്പോൾ ഈ ഒരു നിയമം
ബോധപൂർവം ലംഘിച്ച നിയമനിഷേധിയായ നീതിമാനായ ഈ യൗസേപ്പ് പിതാവിനെ നമുക്ക് കുറെ കൂടി ആഴത്തിൽ പരിചയപ്പെട്ടേ മതിയാവും. പ്രാർത്ഥനയോടുകൂടി നമുക്ക് മുമ്പോട്ട് സഞ്ചരിക്കാം. ആമേൻ.